17 acre. 16. Anyway, the last class we are discussing about Marshall mix design. നമ്മൾ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മാർഷൽ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി രണ്ട് കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒന്ന്, വി ഹാവ് ടു ഫൈൻഡ് ദി അഗ്രിഗേറ്റ് ഗ്രഡേഷൻ. രണ്ട്, വി ഹാവ് ടു ഫൈൻഡ് ഓപ്റ്റിമം ബൈൻഡർ ബിറ്റുമിൻ കണ്ടന്റ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം, ദിസ് ഇസ് ഓൺലി യൂസ് ഫോർ ഡെൻസ് ഗ്രഡേഷൻ ലൈക്ക് ബിറ്റുമിനസ് കോൺക്രീറ്റ് ഓർ ഡെൻസ് ബിറ്റുമിനസ് മെക്കാന. അല്ലാതെ ഒരു ഓപ്പൺ ഗ്രഡേഷൻ നമ്മൾ ഒരിക്കലും മാർഷൽ മിക്സ് ഡിസൈൻ ചെയ്യാറില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഏത് മിക്സ് യൂസ് ചെയ്യണം, പലതരത്തിലുള്ള മിക്സ് ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് മിക്സ് യൂസ് ചെയ്യണം നമ്മൾ തീരുമാനിക്കുന്നത് അവിടുത്തെ എക്സ്പെക്ടഡ് ട്രാഫിക്കിനെയും തിക്നെസ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. തിക്നെസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, NMAS കിട്ടാൻ പറഞ്ഞു. വാട്ട് വാസ് NMAS? ഓർക്കുന്നുണ്ടോ NMAS എന്തായിരുന്നു? നോമിനൽ മാക്സിമം അഗ്രിഗേറ്റ് സൈസ്. നോമിനൽ മാക്സിമം അഗ്രിഗേറ്റ് സൈസ്. അതായത് നമ്മളിപ്പോൾ ഒരു അഗ്രിഗേറ്റിനെ CV ആണെങ്കിൽ അതിന്റെ 10% കൂടുതൽ റീറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും ഹയർ സീവ് സൈസിനെയാണ് നമ്മൾ NMAS എന്ന് പറഞ്ഞത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ ഏറ്റവും വലിയ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് NMAS. ഓക്കെ. സപ്പോസ് ഇഫ് ഐ എം യൂസിങ് അഗ്രിഗേറ്റ് വിത്ത് NMAS 13 mm. ഓക്കെ, 13 mm NMAS ഉള്ള അഗ്രിഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ലെയറിന്റെ തിക്നെസ് ഷുഡ് ബി 2 to 3 times. എന്ന് വെച്ചാൽ 2 to 3 times എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 26 to 39 mm. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 30 mm തിക്നെസ് ഉള്ള ഒരു ബിറ്റുമിനസ് ലെയർ പണിയുന്നതെങ്കിൽ ഐ ഹാവ് ടു ചൂസ് an aggregate of NMAS 13 mm. അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ഇത്രയാണ് പറഞ്ഞു വെച്ചത്. Now we'll just start with the Marshall mix design procedure. അപ്പം അതിന്റെ പ്രൊസീജിയർ പറഞ്ഞതിന് മുന്നേ there are some instructions that we should know before doing this experiment. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ നോട്ട് നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യാം. നിങ്ങൾ ഇപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ. There are 6 instructions. The first one is for aggregates with maximum size less than 25 mm, 100 mm diameter mold of height 63.5 mm is used. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരുന്നു. ആ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ സാധാരണ ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 25 mm താഴെ ആയിരിക്കും. നോർമലി 25 mm താഴെ ആയിരിക്കും. അപ്പൊ ആ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നത് അതിന്റെ ഡയമീറ്റർ അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 101.6 mm എന്നാണ്. വീഡിയോ ആരെങ്കിലും കണ്ടായിരുന്നോ? ഒരു സിനിമ കാണുന്നവരിൽ കണ്ടുപോയായിരുന്നു ആരെങ്കിലും? അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് അവർ പറയുന്നത് 101.6 mm ഹൈറ്റ് വേണമെന്ന ഡയമീറ്റർ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ സേ നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 100 mm ഡയായും അതുപോലെ 63.5 mm ഹൈറ്റും ആയിരിക്കും. ഓക്കെ. ആ സാമ്പിളിൽ നമുക്ക് കോമ്പാക്ട് ചെയ്യണം. നിങ്ങൾ ആ വീഡിയോയ്ക്ക് അത് കാണുന്നുണ്ട്, ഒരു കോമ്പാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആ കോമ്പാക്ടറിന്റെ ഹൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4.5 kilogram ആണ്. അതിന്റെ ഹൈറ്റ് ഓഫ് ഡ്രോപ്പ് അതായത് 457 mm നിന്നാണ് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് മാത്രം നോട്ട് ചെയ്താൽ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഒക്കെ പിന്നെ തരാം. അത്യാവശ്യം ഇത്രയും നോട്ട് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 25 mm. ഓക്കെ. So we will be using a mold with diameter 100 mm for preparing the sample. ആ സാമ്പിൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹാമർ ഉണ്ട്. ഹാമറിന്റെ വെയിറ്റ് 4.5 kg ആണ്. അത് 457 mm നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു ചോദ്യം, നമ്മൾ എത്ര സാമ്പിൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓർക്കുന്നുണ്ടോ? നമുക്കൊരു മാർഷൽ മിക്സ് ഡിസൈൻ ചെയ്യാൻ 3 സാമ്പിൾ ആണോ? 15 എണ്ണം. അതായത് 5 ബിറ്റുമിൻ കണ്ടന്റില് 3 എണ്ണം വെച്ചിട്ട് അങ്ങനെ 5 into 3 15 സാമ്പിൾസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ സാമ്പിൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു 4.5 kg ഹാമർ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ 457 mm ഹൈറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഇനി സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിന്റെ NMAS 38 mm അല്ലെങ്കിൽ 25 mm കൂടുതൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 25 mm and 38 mm, നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡ് എന്ന് പറയുന്നത് 150 mm ഡയാണ്. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തേ ഉള്ളൂ. നോർമലി നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല. ഇന്ത്യൻ കണ്ടീഷനിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. സോ ഇൻ മെജോറിറ്റി ഓഫ് ദ കേസസ് വിൽ ബി ഗോയിങ് വിത്ത് 100 mm diameter mold. ഓക്കെ. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. സെക്കൻഡ് തിങ് ഇസ് ഇപ്പൊ പറഞ്ഞ പോലെ we will be preparing 3 samples of 3 emulsion content of 0.5% increment. എന്താ ഉദ്ദേശിക്കുന്നത്? What do you mean by ഈ 0.5% increment എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത് 0.5% increment എന്ന് പറഞ്ഞാൽ?
ബിറ്റ്വീൻ കണ്ടന്റ് 4 4.5 കറക്റ്റ്. നമ്മൾ ആദ്യം 4 ആണെങ്കിൽ പിന്നെ 4.5 5 5.5 6 അങ്ങനെ 0.5 ആണ് നമ്മുടെ ഇൻക്രിമെന്റ്. അപ്പോൾ നമ്മൾ 5 ബിറ്റ്വീൻ കണ്ടന്റിൽ 3 സാമ്പിൾ വെച്ച് 15 സാമ്പിൾ ഉണ്ടാക്കും. ഓക്കെ, ദാറ്റ് ഇസ് തേർഡ് തിങ്. ജസ്റ്റ് നോട്ട് ചെയ്യുക, നമ്പർ ഓഫ് സാമ്പിൾസ് ഈക്വൽ ടു 3 × 15. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ mold and hammer need to be heated to 95 to 150 degrees Celsius using a water bath prior to compaction. അതായത് ഇത് തണുത്തിൽ നമ്മളിപ്പം ഈ ബിറ്റുമിനും ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അഗ്രിഗേറ്റും ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ബിറ്റുമിന് പ്രത്യേകതയുണ്ട്, അത് വളരെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. സോ വി ഹാവ് ടു ഡു ഓൾ ദി എക്സ്പെരിമെന്റ്സ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ബിറ്റുമിൻ ചൂടാക്കിയിട്ട് ഒരു തണുത്തിരിക്കുന്ന മോൾഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമോ? ഇല്ല, ആ ടെമ്പറേച്ചർ താഴെ പോകും. സോ ഇറ്റ് ഇസ് ഇൻസ്ട്രക്റ്റഡ് ടു heat the mold and hammer along with our bitumen as well as the aggregate. That is the fourth thing. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അഞ്ചാമത്തെ കാര്യം, aggregate and bitumen should be heated to mixing temperature and then bitumen should be added to aggregate blend. Okay, അതിന്റെ അർത്ഥം ഒന്ന് പ്രത്യേകം പറയാൻ പറ്റുമോ? aggregate and bitumen should be heated to mixing temperature and then bitumen should be added to aggregate. അതായത് നമ്മൾ സാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടും ആദ്യമേ അഗ്രിഗേറ്റ് ഹീറ്റ് ചെയ്യും, പാരലലി നമ്മൾ ബിറ്റുമിനും ഹീറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ മിക്സിംഗ് ടെമ്പറേച്ചർ എത്ര ഞാൻ പറഞ്ഞുതരാം. മിക്സിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ബിറ്റുമിൻ എടുത്ത് അഗ്രിഗേറ്റിൽ ഒഴിക്കും. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഒരു കറിയൊക്കെ വെക്കുന്ന പോലെയാണ്, രണ്ട് സാധനം പാരലലി ഹീറ്റ് ചെയ്തിട്ട് ഒന്നൊന്നിലേക്ക് മിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ അഗ്രിഗേറ്റും സെപ്പറേറ്റ്ലി ഹീറ്റ് ചെയ്യും, ബിറ്റുമിനും സെപ്പറേറ്റ്ലി ഹീറ്റ് ചെയ്യും, എന്നിട്ട് ബിറ്റുമിൻ എടുത്ത് അഗ്രിഗേറ്റിൽ ഒഴിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫിൽട്ടർ പേപ്പർ ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ സാമ്പിൾ ഡ്യൂറിംഗ് കോമ്പാക്ഷൻ. Sample should be dropped to the mold only after placing the collar. രണ്ട് സംഭവങ്ങളുണ്ട്, ഒന്ന് ഫിൽട്ടർ പേപ്പർ, രണ്ട് കോളർ. എന്തായിരിക്കും ഈ ഫിൽട്ടർ പേപ്പറിന്റെ ഉദ്ദേശം? എന്തായിരിക്കും? അതായത് നമ്മൾ സാമ്പിള് രണ്ട് സൈഡിലും ഒരു ഫിൽട്ടർ പേപ്പർ വെക്കണം എന്ന് പറയും. വേറെ ഒന്നിനുമല്ല, ഈ ഹാമർ വന്നിരിക്കുമ്പോൾ ഈ അല്ലെങ്കിൽ ഹാമറെ പറ്റിപ്പോകും, കുറച്ച് അഗ്രിഗേറ്റ്സ് ഹാമറെ പറ്റിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. കോളർ എന്നൊരു സംഭവം നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കോളർ എന്നൊരു സംഭവം കേട്ടിട്ടുണ്ടോ? കോളർ, നമ്മുടെ ഷർട്ടിന്റെ കോളർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ. എന്താ കോളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മോൾഡ് ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കാം, എനിക്കിതിനകത്ത് ഫുൾ ബിറ്റുമിനസ് മിക്സ് നിറയ്ക്കണം. അപ്പോൾ ഈ ഏറ്റവും ടോപ്പ് വരെ നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ മേലോട്ട് കുറച്ച് കൂടുതൽ ഇട്ടെങ്കിൽ മാത്രമേ അടിച്ച് നിറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേ? എനിക്ക് ഇവിടെ വരെ അടിച്ച് നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരു ശകലം കൂടെ കൂടുതൽ ഇട്ടാലേ ഇതിലേക്ക് അടിച്ച് കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അഡീഷണൽ എമൗണ്ട് ഇടുമ്പോൾ അതിനെ ഒന്ന് എന്താ പറയുക, കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അഡീഷണൽ മെക്കാനിസം വെക്കും, ഒരു മെറ്റൽ പ്ലേറ്റ് വെക്കും. ആ മെറ്റൽ പ്ലേറ്റിന്റെ പറയുന്ന പേരാണ് കോളർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ. അതിൽ നിങ്ങൾ ഇത്രയും മാത്രം നോട്ട് ചെയ്യുക. വി ആർ യൂസിങ് എ മോൾഡ് ഓഫ് 100 mm ഡയമീറ്റർ ആൻഡ് ഹൈറ്റ് ഓഫ് 63.5 mm. അതിൽ കോമ്പാക്ഷൻ യൂസ് ചെയ്യുന്ന ഹാമറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4.5 kg ആണ്. 457 mm ഹൈറ്റിൽ നിന്ന് അതിനെ ഡ്രോപ്പ് ചെയ്തത്. Now we are going to prepare 15 samples, അതായത് 3 samples at 5 emulsion content. Okay, so these are the basic instructions. Now we'll move in the methodology. The എങ്ങനെയാണ് procedure എന്ന് പറയാം. So the first step is grading of aggregate belonging to different NMAs. ഇതെന്താ സംഭവം? ആരെന്ന് പറഞ്ഞു? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് NMAs. എന്നാ സംഭവം? ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സൈസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. സൈസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇന്നാളെ കണ്ടില്ലായിരുന്നു, നമ്മൾ പല സീവുകൾ വെക്കുന്നു, അതിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഒരു അഗ്രിഗേറ്റ് ഉണ്ടെങ്കിൽ ആ അഗ്രിഗേറ്റിന്റെ ഓരോ സീവ് സൈസിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പം പല സീവ് സൈസ് ഉണ്ട്, നമ്മൾ അത് വെച്ചിട്ട് ഓരോ സീവ് സൈസിലും നമ്മുടെ കയ്യിലുള്ള അഗ്രിഗേറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് പാസിംഗ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ അതാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം, ഇതാണ് നമ്മുടെ മാർഷൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും ഈ കാണുന്നത്? ഈ സാധനം ഇത് ആദ്യം കാണിച്ചത് മാർഷൽ ടെസ്റ്റിംഗ് മെഷീൻ. ഇതെന്താ സംഭവം? ഞാൻ ഈ വട്ടം പറഞ്ഞ സാധനം ഇതാണ് ഹാമർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു 457 mm ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ ഹാമറാണിത്. ഇതാണ് നമ്മുടെ മോൾഡ്. ഇതാണ് മോൾഡ്. ആ മോൾഡിന്റെ മുകളിൽ ഒരു കോളർ ഉണ്ട്. ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് ഇതൊക്കെ അറിയാൻ പറ്റും. ഓക്കെ,
No, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്കറിയാം. സെക്കൻഡ് തിങ് ഇസ് പ്രൊപ്പോർഷനിങ് ഓഫ് അഗ്രിഗേറ്റ്സ് സോ ആസ് ടു മീറ്റ് ദ ടാർഗറ്റ് ഗ്രഡേഷൻ. അതല്ല സംഭവം. പ്രൊപ്പോർഷനിങ് ഓഫ് അഗ്രിഗേറ്റ്സ് സോ ആസ് ടു മീറ്റ് ദ ടാർഗറ്റ് ഗ്രഡേഷൻ. അതിന്റെ അർത്ഥം എന്താ? Proportioning of aggregates so as to meet the target gradation. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡെൻസ് മിക്സിന് വേണ്ടിയിട്ടുള്ള ഇതാണോ? ഡെൻസ് മിക്സിന് വേണ്ടി കറക്റ്റ് ആണ്. എന്താ ചെയ്യുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? നമ്മൾ ആ 0.45 പവർ ചാർട്ടില്ലേ, അതിന് നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ, അതിന് പറ്റിയ മിക്സ് കണ്ടുപിടിക്കുന്നതായിരിക്കും. കറക്റ്റ്, അതാണ് സംഭവം. അതായത് നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞു, ക്വാറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 സാമ്പിൾ കിട്ടും. ഒരു A, B, C, D. A എന്ന് പറഞ്ഞാൽ ചിലപ്പം 1 ഇഞ്ച് ആയിരിക്കും, 1 ഇഞ്ച് ആയിരിക്കും. B എന്ന് പറഞ്ഞാൽ 3/4 ആയിരിക്കും, C എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. അങ്ങനെ പല സൈസ് ആയിരിക്കും. ഈ ഓരോ സൈസിന്റെയും എത്ര പ്രൊപ്പോർഷൻ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡെൻസ് മിക്സ് കിട്ടുന്നത് അറിയണം. അതാണ് പ്രൊപ്പോർഷനിങ് എന്ന് പറയുന്നത്. ഓരോന്നിന്റെയും എത്ര പ്രൊപ്പോർഷൻ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രഡേഷൻ കിട്ടുന്നത് നോക്കുക, അല്ലെങ്കിൽ ഡെൻസ് ഗ്രഡേഷൻ കിട്ടുന്നത് നോക്കുക. അതാണ് പ്രൊപ്പോർഷനിങ് എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് ബിറ്റുമൻ. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഇവാലുവേറ്റിംഗ് ദ വോളിമെട്രിക് ഓഫ് ദ മിക്സ്. എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹൗ ഡു യു ഫൈൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി? അപ്പോൾ അതിന് മുന്നേ സ്പെസിഫിക് ഗ്രാവിറ്റി ഡെഫിനേഷൻ എന്താ? What do you mean by specific gravity? Weight of material by weight of water. Weight of material divided by weight of equal volume of water. അതിന്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പഠിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പൊ അത് ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ്. അതായത് നമുക്ക് വേണ്ട എന്താ, ഒരു സാധനത്തിന്റെ വെയിറ്റ് വേണം, പിന്നെ വെയിറ്റ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ. weight of any substance divided by weight of equal volume of water. അത് നമുക്ക് ലാബിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പറയാൻ പോയിട്ട് സമയം പോകും. അത് നിങ്ങൾ എന്തായാലും T1 അല്ലെങ്കിൽ GT പഠിക്കും. ഇല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഇത് കഴിയുമ്പോൾ ലാബ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ സംഭവത്തിലുള്ള വെയിറ്റ് ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ അഗ്രിഗേറ്റ്സിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സൈസിനും സെയിം പ്രൊസീജിയർ പോരാ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് അത് പല സൈസ് കാണും. 9.5 mm മുകളിലാണെങ്കിൽ നമ്മൾ വയർ ബാസ്ക്കറ്റ് വെച്ച് കണ്ടുപിടിക്കണം. 9.5നും 2.36നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ പൈക്നോമീറ്റർ യൂസ് ചെയ്യണം. 2.36 താഴെ അഗ്രിഗേറ്റ് ആണെങ്കിൽ വി ഹാവ് ടു യൂസ് സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എല്ലാ അഗ്രിഗേറ്റ്സിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്തൊരു മിക്സ് ഡിസൈൻ്റെ ഞാൻ ചാർട്ട് കാണിക്കാം. ഒരു സെക്കൻഡ് വെയിറ്റ് ഫോർ. സ്ലൈഡ് കാണാമോ നോക്കാമോ? ഹലോ, കാണാം സാർ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഈയിടെ ചെയ്തൊരു മിക്സ് ഡിസൈൻ്റെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഇതെനിക്കിത് കുറച്ച് ഭാഗം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ 4 സെറ്റ് ഓഫ് അഗ്രിഗേറ്റ്സ് ഉണ്ട്. ഒരു 20 mm അഗ്രിഗേറ്റ് ഉണ്ട്, ഒരു 10 mm അഗ്രിഗേറ്റ് ഉണ്ട്, ഒരു 4.75 അഗ്രിഗേറ്റ് ഉണ്ട്, പിന്നെ ഫില്ലർ എന്ന് പറഞ്ഞാൽ പൊടിയാണ് കേട്ടോ. ബേസിക്കലി അത് ഡസ്റ്റ് ആണ് ഫില്ലർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കാര്യം ഞാൻ 20 mm അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാലും അതിനകത്ത് 20 mm മാത്രമേ കാണുള്ളൂ. ആലോചിച്ച് നോക്കി, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 20 mm അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു. അതിനകത്ത് കല്ലുകൾ പെറുക്കി നോക്കിയാൽ എല്ലാ അഗ്രിഗേറ്റും 20 mm ആയിരിക്കുമോ? അല്ല, അതിനകത്ത് എല്ലാം ഉണ്ടാവും. അതിനകത്ത് ഏതാണോ കൂടുതൽ അതിന്റെ പേരിട്ട് വിളിക്കുന്നുള്ളതേ ഉള്ളൂ. ഇഫ് ഐ എം കോളിംഗ് ഇറ്റ് ആസ് 20 mm, it doesn't mean that
all my aggregates have the same size 20 mm. But majority of the aggregates will be having 20 mm. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 20 mm, 10 mm, 4.75 mm ഫില്ലർ എല്ലാത്തിന്റെയും ഗ്രഡേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീവ് സൈസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ ഗ്രഡേഷൻ നമ്മൾ കണ്ടുപിടിക്കും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഗ്രഡേഷൻ. ഈ 4ന്റെയും ഗ്രഡേഷൻ ഞാൻ കണ്ടുപിടിച്ചു, പ്ലോട്ട് ചെയ്തു. ഈ ആദ്യം കാണിക്കുന്നത് എന്തായിരിക്കും? ഇതൊക്കെ എന്തായിരിക്കും സംഭവം? ഈ ആദ്യം കാണിക്കുന്നതൊക്കെ എന്തായിരിക്കും? കറക്റ്റ്, അത് സീവ് സൈസ് ആണ്. ഓക്കെ, ഇനി ഞാനിപ്പോ ചെയ്യുന്നത് BC1 ഗ്രഡേഷൻ ആണ്. ഞാൻ പറഞ്ഞു BC എന്ന് പറയുന്ന സംഭവം BC ബിറ്റുമിനസ് കോൺക്രീറ്റ്. ബിറ്റുമിനസ് കോൺക്രീറ്റ് ഒരു ഡെൻസ് മിക്സ് ആണ് ബിറ്റുമിനസ് കോൺക്രീറ്റ്. അപ്പം ആ ബിറ്റുമിനസ് കോൺക്രീറ്റിന് വേണ്ട അഗ്രിഗേറ്റ് ഗ്രഡേഷൻ കൃത്യമായിട്ട് നമുക്ക് കോഡിൽ പറയുന്നുണ്ട്. ആ കോഡിന്റെ പേര് മോർത്ത് എന്ന് പറയും. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. MORTH മോർത്ത് എന്നൊരു കോഡുണ്ട്. ആ കോഡിൽ പറയുന്നുണ്ട് BCയുടെ ഓരോ സീവ് സൈസിലും വരേണ്ട അഗ്രിഗേറ്റിന്റെ ഒരു റേഞ്ച് പറയുന്നുണ്ട്. ഓക്കെ, 26.5 mm ആണെങ്കിൽ 100% പാസ് ചെയ്യണം. 19 ആണെങ്കിൽ ഒരു 90 to 100. ഇതെല്ലാം ഒരു റേഞ്ച് ആണ് കേട്ടോ. ഓരോ സീവ് സൈസിലും വരേണ്ട അഗ്രിഗേറ്റ്സിന്റെ റേഞ്ച് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷനിങ് ചെയ്യുമ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? വാട്ട് ഈസ് അവർ ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഗ്രഡേഷൻ കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഗ്രഡേഷൻ പ്രൊപ്പോർഷനിങ് ചെയ്യാന്നുള്ളതാണ്. പ്രൊപ്പോർഷനിങ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം? ഡെൻസ് മിക്സ് കണ്ടുപിടിക്കുക. ഡെൻസ് മിക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ 4ന്റെയും ഏത് കോമ്പിനേഷൻ എടുക്കുമ്പോഴാണ് എനിക്ക് ഈ റേഞ്ചിൽ വരുന്നത് കണ്ടുപിടിക്കണം അല്ലേ? എന്നിട്ട് പറയാം ഈ എൻ്റെ 4 ഡിഫറെന്റ് അഗ്രിഗേറ്റ്സ് ഉണ്ട്. ഈ ഓരോ അഗ്രിഗേറ്റ്സിന്റെയും എത്ര പ്രൊപ്പോർഷൻ എടുക്കുമ്പോഴാണ് എനിക്ക് ഈ റേഞ്ചിൽ കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ കുറെ ട്രയൽ ചെയ്തു. ലാസ്റ്റ് എനിക്ക് കിട്ടിയത് ഉള്ളത് ബെറ്റർ എന്ന് തോന്നിയത് 20 mm ഒരു 36%, 10 mm ഒരു 22%, 4.75 41%, ഫില്ലറിന്റെ ഒരു 1% എടുക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന കമ്പൈൻഡ് ഗ്രഡേഷൻ ഇതാണ്. കമ്പൈൻഡ് ഇതാണ്. നോക്കിയേ, ഇതെല്ലാം ഈ റേഞ്ചിലാണ് വരുന്നത്. നോക്കിയേ, ഈ കമ്പൈൻഡ് ഗ്രഡേഷൻ എല്ലാം ഈ റേഞ്ചിലാണോ വരുന്നത്? ആണോ? ചോദ്യം മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? Should I repeat the question? Yes sir. മനസ്സിലായില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ 4 അഗ്രിഗേറ്റ് ഉണ്ട് അല്ലെ? ഒരു 20 mm ഉണ്ട്, 10 ഉണ്ട്, 4.75 ഉണ്ട്, ഫില്ലർ ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഗ്രഡേഷൻ ഞാൻ കണ്ടുപിടിച്ചു. സീവ് സൈസ് വെച്ചിട്ട് എല്ലാത്തിന്റെയും ഗ്രഡേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു. അത് മനസ്സിലായോ? മനസ്സിലായി. ഇനി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നോക്കി, ഈ 2.36. ഈ 2.36 എനിക്ക് ശരിക്കും വരേണ്ടത് കമ്പൈൻഡ് ഗ്രഡേഷൻ, അതായത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ 28നും 44നും ഇടയ്ക്ക് വേണം അതിന്റെ പാസിങ് വരാനായിട്ട്. അല്ലെ, കമ്പൈൻഡ് ഗ്രഡേഷൻ എന്ന് പറയുന്നത് 28നും 44നും ഇടയ്ക്കാണ് വരേണ്ടത്. ഇത് കോഡിൽ പറയുന്നുണ്ട്. MORTH എന്നൊരു കോഡുണ്ട്. ആ കോഡിൽ അവർ പറയുന്നുണ്ട് ഓരോ സീവ് സൈസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഗ്രഡേഷന് വേണ്ട റേഞ്ച് ഓഫ് വാല്യൂസ് പറയുന്നുണ്ട്. അപ്പൊ 2.36 വേണ്ടത് 28നും 44നും ഇടയ്ക്കാണ് വരേണ്ടത്. അത് മനസ്സിലായോ? Yes sir. Okay, now my objective is I have to find the optimum proportion by which my combined gradation will be in between 28 and 44. അപ്പൊ എൻ്റെ 4 എണ്ണം ഉണ്ട്. ഈ 4 സെറ്റിൽ നിന്നും എത്ര വെച്ചെടുത്താലാണ് എനിക്ക് ഈ റേഞ്ചിൽ വാല്യൂ കിട്ടുന്നത് നോക്കണം. അപ്പൊ ഞാൻ പല ട്രയലുകൾ ചെയ്തു. അറ്റ് ദ എൻഡ് ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ 20 mm ഒരു 36%, 10 mm 22%, ഇതിന്റെ 41%, ഇതിന്റെ 1% എടുത്തിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ മൈ കമ്പൈൻഡ് ഗ്രഡേഷൻ വിൽ ബി 38.1, വിച്ച് ഇസ് ഇൻ ബിറ്റ്വീൻ 28 and 44. അങ്ങനെ എല്ലാ സീവ് സൈസിനും ഈ റേഞ്ച് വരുത്തണം. അപ്പൊ ഞാൻ ഏത് പ്രൊപ്പോർഷൻ സെലക്ട് ചെയ്താലാണ് ഈ റേഞ്ചിൽ എന്റെ കമ്പൈൻഡ് ഗ്രഡേഷൻ എത്തിക്കുന്നത് നോക്കണം. ആ ലോജിക്ക് മനസ്സിലായോ? മനസ്സിലായി സാറേ. എല്ലാവർക്കും
സംഭവത്തിലുള്ള വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു റിക്വയർഡ് ഗ്രഡേഷൻ ഉണ്ട്. എനിക്ക് ഇന്ന സൈസുള്ള അഗ്രിഗേറ്റ് ഇത്ര എണ്ണം വേണം, ഇന്ന സൈസുള്ള അഗ്രിഗേറ്റ് ഇത്ര, ഓരോ സൈസ് അഗ്രിഗേറ്റിനും എനിക്കൊരു റിക്വയർഡ് പ്രൊപ്പോർഷൻ, റിക്വയർഡ് റേഞ്ച് ഓഫ് വാല്യൂ. അത് എത്തിക്കാനായിട്ട് ഓരോ സാമ്പിളിൽ നിന്നും എത്ര പെർസെന്റേജ് എടുത്താലാണ് കിട്ടുന്നത്, അത് കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രൊപ്പോർഷനിങ് എന്നത്. സോ മൈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ഗ്രഡേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, ഈ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അഗ്രിഗേറ്റിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അതിന് മുന്നൊരു കാര്യം, ഇപ്പൊ ഇതുണ്ട്, ഇപ്പൊ ഈ ചാർട്ട് ഉണ്ട്. ഈ ചാർട്ടിനകത്ത് ഇവിടെ കാണിക്കുന്നത് അതിന്റെ അപ്പർ റേഞ്ച് ആണ്. ഈ ബ്ലൂ ലൈൻ കാണിക്കുന്നത് എന്തായിരിക്കും? ലോവർ റേഞ്ച് ആയിരിക്കും. ഈ ചാർട്ടിനെ പറയുന്ന പേരാണ് ഗ്രഡേഷൻ ചാർട്ട്. ഓക്കെ, ഒരു അഗ്രിഗേറ്റിന്റെ ഗ്രഡേഷൻ ചാർട്ടാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? നമുക്ക് കിട്ടിയ അഗ്രിഗേറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഈ അപ്പറിനും ലോവറിനും ഇടയ്ക്ക് വരണം. ഇപ്പൊ നമുക്കിപ്പോ കിട്ടിയ സാധനത്തിന്റെ ഗ്രാഫായി കാണിക്കുന്നത്. അപ്പൊ ഇത് കമ്പൈൻ ഗ്രഡേഷൻ എന്നുള്ളത് അപ്പറിന്റെ ലോവറിന്റെ ഇടയ്ക്കാണ്. സോ ദാറ്റ് ഇസ് സഫീഷ്യന്റ്. ആ പ്രൊപ്പോർഷനിങ് കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്താ? ഓരോ സൈസിന്റെ ഉള്ള അഗ്രിഗേറ്റ്സിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ഓരോത്തിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി പ്രത്യേകം കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇന്റെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ പറയാൻ സമയം പോകും. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റെപ്പുകൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് gradation of the aggregate. Second is to find the proportion of aggregates. And third thing is to find the specific gravity of aggregates. ഈ 3 സ്റ്റെപ്പ് ക്ലിയർ ആണോ? അല്ലെങ്കിൽ എല്ലാം തന്നെ പറഞ്ഞു? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. ഈ 3 സ്റ്റെപ്പ് മാത്രം നോട്ട് ചെയ്തു. എഴുതി കഴിഞ്ഞോ? Yes, sir. ഓക്കെ, ആദ്യത്തെ 3 സ്റ്റെപ്പ് മനസ്സിലായി വിചാരിക്കുന്നു. വി ഹാവ് ടു ഫൈൻഡ് ദ ഗ്രഡേഷൻ, വി ഹാവ് ടു ഫൈൻഡ് ദ പ്രൊപ്പോർഷൻ, വി ഹാവ് ടു ഫൈൻഡ് ദ സ്പെസിഫിക്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്രിപ്പയർ ദ സ്പെസിമെൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 സാമ്പിൾസ് ഉണ്ടാക്കണം. നിങ്ങൾക്കറിയാം 15 സാമ്പിൾ എന്ന് പറഞ്ഞാൽ 5 ബിറ്റ്വീൻ കണ്ടന്റ് 3 ട്രയൽ. Okay, the fourth step is sample preparation, 15 samples, 75 blows on either side for high traffic. നമുക്ക് ഒരു റോഡിനെ നമുക്ക് ഹെവി ട്രാഫിക് എന്നും മീഡിയം ട്രാഫിക് എന്നും ലോ ട്രാഫിക് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഹെവി ട്രാഫിക് റോഡിലാണെങ്കിൽ അവിടെ വരുന്ന ട്രാഫിക് ഹെവി ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഗീവ് 75 ബ്ലോസ്. നമ്മുടെ സാമ്പിൾ ഉണ്ടാക്കുമ്പോൾ 75 ബ്ലോസ് ഉണ്ടാക്കണം. ബേസിക്കലി നമ്മുടെ ലാബിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഫീൽഡിലെ കണ്ടീഷനെ നമ്മൾ സിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഏത് എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, നമ്മൾ ലാബിൽ എന്താ ചെയ്യുന്നത്? വി ആർ സിമുലേറ്റിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫീൽഡ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഹെവി ട്രാഫിക് ഉള്ള റോഡിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വി ഹാവ് ടു ഗീവ് 75 ബ്ലോസ്. Now suppose if I am designing this for a medium traffic, I can prepare with 50 blows. അതല്ല ഒരു തീരെ ട്രാഫിക് കുറഞ്ഞ റോഡാണെങ്കിൽ I can prepare with 35 blows. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്ന കാര്യം. ആൻഡ് മിക്സിംഗ് ആൻഡ് കോമ്പാക്ഷൻ ടെമ്പറേച്ചർ ഷുഡ് ബി ഐഡിയലി സെലക്ടഡ് ഫ്രം വിസ്കോസിറ്റി ഓഫ് ബിറ്റുമെൻ ഇവാലുവേറ്റഡ് യൂസിംഗ് ബ്രൂക്ക്ഫീൽഡ് വിസ്കോമീറ്റർ. അതൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ജനറലി പറയുവാണെങ്കിൽ നമ്മൾ മിക്സിനെ ഒരു ബിറ്റുമിനസ് മിക്സ്
മിക്സ് ചെയ്യേണ്ടത് ഒരു 160 to 165 ഡിഗ്രി സെൽഷ്യസിലും കോമ്പാക്ട് ചെയ്യേണ്ടത് ഒരു 140 to 145 ഡിഗ്രി സെൽഷ്യസിലുമാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ മഴക്കാലത്ത് റോഡ് പണിയിരുന്ന് പറയാൻ കാര്യം, റോഡ് ഒരു ബിറ്റുമിനസ് മിക്സിനെ ഒരു 140 to 145 ഡിഗ്രി സെൽഷ്യസിൽ കോമ്പാക്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് അവിടെ സീറ്റിംഗ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാകത്തുള്ളൂ. ഈ മഴക്കാലത്ത് ഒരു റോഡ് പണിയുവാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിരിക്കും രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, വെള്ളം ഇതിന്റെ ഇടയ്ക്കോട്ടെല്ലാം കയറും. രണ്ടെന്തായിരിക്കും, ടെമ്പറേച്ചർ പെട്ടെന്ന് താന്നു പോകും. ഞാൻ പറഞ്ഞു ഈ ബിറ്റുമെൻ എന്നുള്ളത് വളരെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അതിന്റെ പ്രോപ്പർട്ടി ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 140 ഒരു മിക്സ് കോമ്പാക്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് കിടന്നു, അതിലൊരു പ്രശ്നം വരത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന മിക്ക കൺസ്ട്രക്ഷനിലും ഇത് ഭയങ്കര ഡിലേ വരും. ഒരു മിക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇടുന്നത് ഭയങ്കര ഡിലേ വരും. അപ്പം കോമ്പാക്ഷൻ നടക്കുന്ന ഒരു 100 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും. അതാണ് അതിന്റെ ഫെയിലിയറിന്റെ മെയിൻ ഒരു കാര്യം. അപ്പൊ നമ്മൾ ലാബ് ചെയ്യുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഒരു 160 165 ഡിഗ്രിക്ക് ഇടയ്ക്കായിരിക്കും. ആ മിക്സിനെ നമ്മൾ കോമ്പാക്ട് ചെയ്യേണ്ടത് ഒരു 140 to 145 ആയിരിക്കും. So the fourth step is sample preparation. We have to prepare 15 samples giving 75 blows. പ്രത്യേകം ശ്രദ്ധിക്കണം, mixing temperature should be between 160 and 165 and compaction should be between 140 and 145. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണോ? മിക്സ് ഡിസൈൻ്റെ നാലാമത്തെ സ്റ്റെപ്പിൽ ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി യൂസിങ് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ വെയിറ്റ് ഓഫ് സാമ്പിൾ ആൻഡ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. അതായത് നമ്മളിപ്പോൾ ഈ 15 സാമ്പിൾ ഉണ്ടാക്കി, ഈ 15 സാമ്പിളിന്റെയും ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണം. അതൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതിന്റെ വെയിറ്റ് എടുക്കുക, അതിന്റെ വെയിറ്റ് എടുത്തിട്ട് അതിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ബേസിക്കലി അതിന്റെ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഈ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കും, ഈ ഡെൻസിറ്റിയും സ്പെസിഫിക് ആയിട്ടുള്ള വ്യത്യാസം ഉണ്ട്. ഞാൻ ബിടെക് പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്ന ചോദ്യമാണ് ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് രണ്ട് സെയിം ആണോ? ഡെൻസിറ്റി മാസ് അല്ലേ, മറ്റേ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് കമ്പയർ ചെയ്യുന്നത്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? യൂണിറ്റ് സെയിം ആണെന്ന് തോന്നുന്നു രണ്ടിനും. ആണോ? ഗ്രാവിറ്റേഷന്റെ ആക്ഷൻ വരുന്നില്ലേ? ബാക്കിയുള്ളത് എന്താ തോന്നുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റിക്കും ഡെൻസിറ്റിക്കും സെയിം വാല്യൂ ആണോ, സെയിം യൂണിറ്റ് ആണോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? യൂണിറ്റ് ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലയോ? ഇല്ല, യൂണിറ്റ് ഇല്ല. ഏതാ യൂണിറ്റ് ഇല്ലാത്ത? രണ്ടിനും യൂണിറ്റ് ഇല്ല. രണ്ടിനും യൂണിറ്റ് ഇല്ല. വേറെ അഭിപ്രായക്കാരെല്ലാം ഉണ്ടോ? ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, കിലോഗ്രാം. ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല. എക്സാക്ട്ലി, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും വെള്ളത്തിന്റെ ഡെൻസിറ്റിയും സെയിം ആണോ? What is the density of water? 1000 kilogram per meter cube. 1000 kilogram per meter cube. And now what is the specific gravity of water? 1000 by 1000 അല്ലേ? അതെ, അപ്പൊ 1 വരും അല്ലേ? ഇനി ഈ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ ഞാൻ ഗ്രാം പെർ സിസി ആക്കി എത്രയായിരിക്കും? ഗ്രാം പെർ സിസി ആക്കുകയാണെങ്കിൽ ഗ്രാം പെർ സിസി ആക്കുകയാണെങ്കിൽ 1 ആയിരിക്കും അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂവും സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂവും സെയിം ആണോ? ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയും സെയിം ആണോ? Suppose if I can represent my density in gram per cc, the value of density and specific gravity is almost same. പക്ഷെ രണ്ട് കോണ്ടെക്സ്റ്റ് ആട്ടോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ ഡെൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുക, ഒരു റേഷ്യോ ആണ്. സോ ദർ ഇസ് നോ യൂണിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, ഇനി അതൊക്കെ വിട്ട് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓൾ ദി സാമ്പിൾസ്. നമ്മൾ ഉണ്ടാക്കിയ 15 സാമ്പിളിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി അറിയണം.
Okay, അതിന് വേറെ ഒന്നുമില്ല, വെയിറ്റ് ബൈ വോളിയം ചെയ്താൽ മതി. If you can find the weight of the sample and the volume, you can find the bulk specific gravity. So നാലാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് സാമ്പിൾ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എഴുതുക, we have to prepare 15 samples, we have to give 75 blows. അതായത് ഹെവി ട്രാഫിക് ആണെങ്കിൽ 75 blows. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിക്സിംഗ് ടെമ്പറേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 160 to 165 ആൻഡ് കോമ്പാഷൻ ടെമ്പറേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 140 and 145. പിന്നെ ചെയ്യേണ്ട എന്താ, എല്ലാ സാമ്പിളിന്റെയും ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ ആ ഫോർത്ത് സ്റ്റെപ്പും ഫിഫ്ത്ത് സ്റ്റെപ്പും ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ, മൊത്തം ഒന്നും എഴുതണ്ട, എന്താണെന്ന് മാത്രം എഴുതി പോയാൽ. ഇനി ഇന്നലെ വീഡിയോ കണ്ടപ്പം ആ വീഡിയോക്കകത്ത് അത് കൃത്യമായിട്ട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. മാർഷൽ സ്റ്റെബിലിറ്റിയും ഫ്ലോ വാല്യൂ. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? മാർഷൽ സ്റ്റെബിലിറ്റി, ഫ്ലോ വാല്യൂ, 2 കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? സെൻഡ് പ്രൊസീജിയറിന്റെ ലാസ്റ്റ് പോർഷൻ എന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ദ മാർഷൽ സ്റ്റെബിലിറ്റി ആൻഡ് ദ ഫ്ലോ വാല്യൂ. അതെന്താന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഡോണുണ്ടോ ഇന്ന്? ശ്രദ്ധിച്ചായിരുന്നോ മാർഷൽ സ്റ്റെബിലിറ്റി ഫ്ലോ വാല്യൂ എന്നാണോ? ഇല്ല സാർ. ഇല്ല, ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മാർഷൽ മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ CBR ചെയ്തപ്പോൾ എന്തൊക്കെയാണ് നോട്ട് ചെയ്തത്? CBRന്റെ പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. CBR എക്സ്പെരിമെന്റ് ചെയ്തതും ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെയാണ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്? 2 വാല്യൂ നോട്ട് ചെയ്യും. എന്തൊക്കെയാ? ഒന്ന് ലോഡ്, ഒന്ന് ലോഡ്, പിന്നെ പെനട്രേഷൻ. അത്രേ ഉള്ളൂ. ലോഡ് പെനട്രേഷൻ നോട്ട് ചെയ്യും. ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കും. ലോഡ് കൊടുത്ത് ഒരു പെർട്ടിക്കുലർ ലോഡ് ആകുമ്പോൾ നമ്മുടെ സാമ്പിൾ പൊട്ടും. ആ ലോഡിന് പറയുന്ന പേരാണ് മാർഷൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, CBR നമ്മൾ ചെയ്യുന്നത് ലോഡ് വേഴ്സസ് പെനിട്രേഷൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 15 സാമ്പിൾ ഉണ്ടാക്കിയിട്ട് എല്ലാ സാമ്പിളിലും നമ്മൾ ലോഡ് ചെയ്യും. ഏത് ലോഡിലാണ് അല്ലെങ്കിൽ മാക്സിമം ലോഡ് ടേക്കൺ വിത്ത് ദ സാമ്പിൾ ഇസ് നോൺ ആസ് ദ മാർഷൽ സ്റ്റെബിലിറ്റി. ഇനി ആ പൊട്ടുന്ന സമയത്ത് ഇതിനൊരു ഡിഫോർമേഷൻ ഉണ്ട്. സാമ്പിൾ പൊട്ടിക്കഴിയുമ്പോൾ അത് ഡിഫോം ചെയ്യുമല്ലോ. ആ ഡിഫോർമേഷന് പറയുന്ന പേരാണ് ഫ്ലോ വാല്യൂ. നമ്മൾ 15 സാമ്പിൾ ഉണ്ടാക്കി, എല്ലാ സാമ്പിളിന്റെയും നമ്മൾ ബൾക്ക് സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തേ, ഈ 15 സാമ്പിളിനെ നമ്മൾ പൊട്ടിച്ചു. ആ പൊട്ടിക്കുന്ന ഇപ്പം വരുന്ന മാക്സിമം ലോഡിന്റെ പേരാണ് മാർഷൽ സ്റ്റെബിലിറ്റി. ആ സമയത്ത് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആണ് ഫ്ലോ വാല്യൂ എന്ന് പറയുന്നത്. മാർഷൽ സ്റ്റെബിലിറ്റിയും ഫ്ലോ വാല്യൂ ക്ലിയർ ആണോ? മാർഷൽ സ്റ്റെബിലിറ്റിയും ഫ്ലോ വാല്യൂ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സബ് ഹെഡിങ് എടുക്കാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർഷൽ പ്രൊസീജിയറിന്റെ സാമ്പിൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ പോവാ. അപ്പോൾ 6ാമതായിട്ട് വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ എഴുതിക്കുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് ഫ്ലോ വാല്യൂ ഇസ് ടെസ്റ്റഡ് ബൈ അപ്ലൈയിങ് കംപ്രസീവ് ലോഡ് ഡയമട്രിക്കലി അറ്റ് എ റേറ്റ് ഓഫ് 51 mm/min. ഓക്കെ, നമ്മളിവിടെ 2 കാര്യം ചെയ്യുന്നത്, ഒന്ന് സ്റ്റെബിലിറ്റി, ഒന്ന് ഫ്ലോ വാല്യൂ. അതിനകത്ത് എത്ര സമയം സാമ്പിൾ ക്യൂർ ചെയ്യാൻ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ എഴുതണ്ട, തൽക്കാലം ഇത്ര എഴുതുക. 6ാമത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റെബിലിറ്റി ആൻഡ് ഫ്ലോ വാല്യൂ ഇസ് ടെസ്റ്റഡ് ബൈ അപ്ലൈയിങ് കംപ്രസീവ് ലോഡ് ഡയമട്രിക്കലി അറ്റ് എ റേറ്റ് ഓഫ് 51 mm/min. അപ്പൊ അവിടെ എന്താണ് സ്റ്റെബിലിറ്റി, എന്താ ഫ്ലോ എന്ന് എഴുതണം. സ്റ്റെബിലിറ്റി എന്നും പറയാറുണ്ട്, മാർഷൽ സ്റ്റെബിലിറ്റി എന്നും പറയാറുണ്ട്. എന്താ മാർഷൽ സ്റ്റെബിലിറ്റി? ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വാട്ട് ഈസ് മാർഷൽ സ്റ്റെബിലിറ്റി? എന്തൊരു ലോഡിലാണ് നമ്മുടെ മാക്സിമം ലോഡ് ടേക്കൺ ബൈ ദ സാമ്പിൾ. ഒരു ഹൈഫൻ എഴുതുക. മാർഷൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ലോഡ് ടേക്കൺ ബൈ ദ സാമ്പിൾ. What is flow value? What is flow value? Deformation. Deformation corresponding to Marshall stability. Deformation corresponding to Marshall stability is known as flow value.
ഓക്കെ, the final step, ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് specific gravity of loose mix or maximum theoretical specific gravity of the voidless sample need to be evaluated for calculating the volumetrics. അതൊന്ന് എഴുതി വെച്ചു. അപ്പൊ ആറാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ അതിന്റെ മാർഷൽ സ്റ്റെബിലിറ്റിയും ഫ്ലോ വാല്യൂ നോക്കണം. ഏഴാമത്തെ എന്നുള്ളത് we have to find the maximum theoretical specific gravity. അതൊന്ന് എഴുതി വെക്കുക. എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് മാക്സിമം തിയറട്ടിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ വോയിഡ്ലെസ് സാമ്പിൾ. അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പിൾ ഉണ്ടാക്കി, രണ്ട് കേസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ നമ്മൾ ഉണ്ടാക്കിയത് ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, അവിടെ വോയിഡ്സ് ഉള്ള കേസാണ്. രണ്ടാമത്തെ കേസിൽ നോ വോയിഡ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. ആ കേസിലെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് പറയുന്ന പേരാണ് മാക്സിമം തിയറട്ടിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ 1ന്റെ വാല്യൂ ആയിരിക്കുമോ 2ന്റെ വാല്യൂ ആയിരിക്കുമോ കൂടുതൽ? ഇവിടെ ഞാൻ പറയാം, 1 എന്ന് പറഞ്ഞാൽ വി ആർ ഫൈൻഡിങ് ദ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് അവിടെ വോയിഡ്സ് ഉണ്ട്, അത് ആക്ച്വൽ കണ്ടീഷൻ ആണ്. 2 എന്ന് പറയുന്നത് മാക്സിമം തിയറട്ടിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് വോയിഡ്സ് ഒന്നും ഇല്ലാത്ത കേസിൽ അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കുമോ കൂടുതൽ? കേസ് 1ലെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കുമോ കേസ് 2ലെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും കൂടുതൽ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗിവൺ വോള്യത്തിൽ എത്രത്തോളം സാധനം അടിച്ചു കയറ്റാന്നുള്ളതാണ്. ഒരു ഗിവൺ വോള്യത്തിലെ മാസ് കൂടുവാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ കേസ് 1ലാണോ കേസ് 2ലെയാണോ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ? ഒബ്വിയസ്ലി കേസ് 2ല. കാരണം കേസ് 2 എന്താ, വോയിഡ്സ് ഇല്ല, മൊത്തം മിക്സിനെ കൊണ്ട് നിറച്ചിരിക്കുക. അപ്പൊ അതാണ് കേസ് 1ഉം കേസ് 2 ആയിട്ടുള്ള വ്യത്യാസം. ഇനി ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ 7 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഗ്രഡേഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം, ഏത് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താണ് എനിക്ക് ടാർഗറ്റ് ഗ്രഡേഷൻ കിട്ടുന്നത് നോക്കണം. തേർഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഐ ഹാവ് ടു ഫൈൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓൾ ദീസ് അഗ്രിഗേറ്റ്സ്. അപ്പൊ നിങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യണം, എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിൾ പ്രൊസീജിയർ ആണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സാമ്പിൾസ് പ്രിപ്പയർ ചെയ്യണം. 5 അതിന്റെ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം, അതായത് വോയിഡ്സ് ഉള്ള കേസിലെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. 6ാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സ്റ്റെബിലിറ്റിയും ഫ്ലോ വാല്യൂയും ചെക്ക് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം തിയറട്ടിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ ഈ 7 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടും. ഈ ചാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ നിർത്തിയേക്കാം. ഈ ചാർട്ടിൽ എന്തായിരിക്കും ഈ 4A 4B 4C എന്ന് പറഞ്ഞ ഈ ചാർട്ടിൽ എന്തായിരിക്കും 4A 4B 4C എന്ന് പറയുന്നത്? 4A 4B ഉണ്ട്, അതുപോലെ 4.5A BC ഉണ്ട്, 5ABC ഉണ്ട്. എന്തായിരിക്കും ഇതൊക്കെ? സാർ സ്ലൈഡ് മാറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. മാറിയിട്ടില്ലേ? ഇപ്പൊ ഏതാ നിങ്ങൾ കാണുന്നത്? എനിക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ബാക്കിയുള്ളവർക്കോ? മാറിയിട്ടില്ല. നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും, മാറും നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ 7 സ്റ്റെപ്പ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഹലോ? അതെ സാർ. ഓക്കെ, അപ്പൊ മാർഷൽ മിക്സിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ 7 സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ബാക്കിയുള്ളത് വോളിയോമെട്രിക് അനാലിസിസ് ആണ്. അത് അടുത്ത ക്ലാസ് ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു സമ്മറിയിൽ പറയാനായിട്ടാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴും അത് കാണുന്നില്ല നിങ്ങൾക്ക്? സ്ലൈഡ് വിസിബിൾ ആയിട്ടില്ലേ? മാറിയിട്ടില്ലേ? ഇല്ല സാറേ. ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പൊ കാണാമോ? കാണാം സാർ. ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യത്തെ കോളം നോക്കാം. ഇവിടെ 4A 4B 4C ഉണ്ട്. അതുപോലെ 5AB 4.5 ABC ഉണ്ട്, 5 ABC ഉണ്ട്. എന്താ സംഭവം? 4 എന്നുള്ള എന്തായിരിക്കും? ബിറ്റ്വീൻ കണ്ടന്റ് ആയിരിക്കും. 4 എന്നുള്ളത് ബിറ്റ്വീൻ കണ്ടന്റ് ആണ്. ABC എന്തായിരിക്കും? സാമ്പിൾ. 3 ട്രയൽ ഉണ്ടല്ലോ. അപ്പം ABC 3 ട്രയൽ. അതുപോലെ ഓരോ ബിറ്റ്വീൻ കണ്ടന്റിലും ഓരോ ട്രയൽ, അങ്ങനെ 15 സാമ്പിൾസ് വരും. പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ GMBയും GMM ആണ്. ഓക്കെ, അതെന്താന്നൊക്കെ പഠിക്കാൻ പോണ ഒത്തിരി കാര്യങ്ങളുണ്ട്. തൽക്കാലം GMB എന്ന് പറഞ്ഞാൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി. ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അത് എയർ വോയിഡ്സ് ഉള്ള കേസിലെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. GMM എന്ന് പറഞ്ഞാൽ അത് തിയറട്ടിക്കൽ മാക്സിമം ആണ്. അതായത് എയർ വോയിഡ്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക. എയർ വോയിഡ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വരാവുന്ന ഡെൻസിറ്റിക്കാണ് GMM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ GMB കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ 3 വാല്യൂസ് വേണം. അതൊക്കെ അടുത്ത ക്ലാസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? ഓരോ സാമ്പിളിന്റെയും ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയും തിയറട്ടിക്കൽ മാക്സിമം കണ്ടുപിടിക്കും. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ മാക്സിമത്തിൽ എയർ വോയിഡ്സ് ഒന്നും ഇല്ലെന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അത് വെച്ചിട്ട് ഞാൻ അതിന്റെ എയർ വോയിഡ്സ് കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ആ കൂടെ തന്നെ ഓരോ സാമ്പിളിന്റെയും സ്റ്റെബിലിറ്റി വാല്യൂവും ഫ്ലോ വാല്യൂവും കണ്ടുപിടിക്കും. എന്താ സ്റ്റെബിലിറ്റി വാല്യൂ, ഫ്ലോ വാല്യൂ? എന്താ സ്റ്റെബിലിറ്റി വാല്യൂ, ഫ്ലോ വാല്യൂ? സ്റ്റെബിലിറ്റി മാക്സിമം. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം ലോഡ്, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിഫോർമേഷൻ കറസ്പോണ്ടിങ് ടു മാക്സിമം ലോഡിനാണ് നമ്മൾ ഫ്ലോ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ VMA എന്നൊക്കെ ഉള്ള സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. കാര്യം നിങ്ങൾ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഇതിനകത്ത് 2 സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസും, മിക്സ്ഡ് ഡിസൈനിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും വോളിമെട്രിക് പ്രോപ്പർട്ടീസും ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത് എന്താ സംഭവം? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നതാണ് മാർഷൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാർഷൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി വരുന്നതാണ്. വോളിമെട്രിക്സ് വരുന്ന സംഭവങ്ങളാണ് എയർ വോയിഡ്സ്, VMA എന്നൊക്കെ പറഞ്ഞ സംഭവം. അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾക്ക് ഇതിന്റെ പ്രൊസീജിയറും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ മാർഷൽ സ്റ്റെബിലിറ്റിയും ഫ്ലോ വാല്യൂ ഇത്രയും ക്ലിയർ ആണോ? മാർഷൽ മിക്സ്ഡ് ഡിസൈനിന്റെ പ്രൊസീജിയറിന്റെ 7 സ്റ്റെപ്പും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ മാർഷൽ സ്റ്റെബിലിറ്റി, ഫ്ലോ വാല്യൂ ഇത്രയും സംഭവം ക്ലിയർ ആണോ? Yes, sir. Okay, then we'll continue with volumetric properties in the next class. So now we'll stop with this and we'll continue on Tuesday with volumetric properties. So thank you. Thank you, sir. Thank you, sir. Thank you, sir.